ശ്രീ ജയരാജ് തുടരുന്നുണ്ട്, എല്ലാ അതിഥികളും തുടരുന്നുണ്ട്. ശ്രീ ജയരാജ് ഒരു സൈക്കോ ക്രിമിനലാണ്. ഇയാൾ കൊലപാതകം നടത്തി രക്ഷപ്പെടണം എന്ന ലക്ഷ്യത്തിൽ തന്നെയാകാം മൊബൈൽ ഫോൺ സിം കാർഡൊക്കെ നേരത്തെ തന്നെ സുഹൃത്തിന് കൈമാറുകയും ഇത് എൻ്റെ ഒരു ഗിഫ്റ്റായി വെച്ചോളൂ എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. പോലീസ് ഇന്ന് ആദ്യം ഈ കടാവർ നായകളെയൊക്കെ ഉപയോഗിച്ച് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം എവിടെന്നെങ്കിലും കിട്ടുമോ എന്നാണ് ആദ്യം പരിശോധിച്ചത്. ഒരുപക്ഷെ ഇയാൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ള സാധ്യതയേക്കാൾ കൂടുതൽ രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? എത്രമാത്രം കാര്യക്ഷമമായി ഈ കുറ്റകൃത്യത്തിന് ശേഷമെങ്കിലും പോലീസ് പെരുമാറി എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. ഇതിനകത്ത് അനുമാനങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ അഭിലാഷ്, ഇതിനകത്ത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു എബോവ് ആവറേജ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സുപ്പീരിയർ ഇൻ്റലിജൻസ് ഉള്ള ആളുകളാണ്. പക്ഷേ അവരത് ക്രിയേറ്റീവായിട്ടുള്ള വർക്കിനല്ല ഡിസ്ട്രക്റ്റീവായിട്ടുള്ള വർക്കിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരം വ്യക്തികളുടെ ഓരോ കേസ് സ്റ്റഡിയും നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആകെപ്പാടെ ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഉള്ള ഏക സംസ്ഥാനം കേരളമാണ്. അത് ഒരേ ഒരാൾ. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കല്ല, പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ഒരുവിധപ്പെട്ട ഇത്തരത്തിലുള്ള ക്രൈംസൊക്കെ ഒഴിവാക്കാമായിരുന്നു. ഒരു കൊലപാതകം ചെയ്തവർ പിന്നീട് കൊലപാതകം ചെയ്യാനുള്ള സാധ്യതകൾ, പിന്നെ ഇതിനകത്ത് മണികണ്ഠൻ പറയുന്ന ചില കാര്യങ്ങൾ, മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയും അവരുടെ രണ്ടുപേരും, ആ കുടുംബത്തിലെ രണ്ടുപേരുമാണ് എൻ്റെ ഭാര്യയെ പറഞ്ഞയച്ചതെന്നൊക്കെ ഏതോ ജ്യോത്സ്യൻ പറഞ്ഞു എന്നൊക്കെ ഉള്ളൊരു വാർത്തയൊക്കെ കേൾക്കുന്നു. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇതിനെ വായിക്കുന്നത്. പോലീസിന് വീഴ്ച പറ്റി തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഈ കോടതിയിൽ നിർദ്ദേശിച്ച ഇവർ ഈ സ്ഥലത്ത് എൻ്റർ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിൽ എൻ്റർ ചെയ്തു. ഒരു മാസത്തോളം അയാൾ താമസിച്ചു. നാട്ടുകാർ പരാതി കൊടുത്തിട്ട് ആ പരാതിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ പല വിഷയങ്ങളിൽ പോലീസിന് ഗുരുതരമായ വീഴ്ചയാണ് പറ്റിയിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലെങ്കിൽ ഒന്നീ പോലീസ് സേനയിലുള്ള ആളുകൾക്ക് ഇതിനുള്ള ട്രെയിനിങ് കൊടുക്കണം. ഇത്തരം വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഇത്തരം ആളുകളുടെ ട്രേ കണ്ടെത്താനുമുള്ള ഒരു ട്രെയിനിങ്, പൂർണ്ണമായിട്ടുള്ള ഒരു ട്രെയിനിങ് നല്ല രീതിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു ആംഗിളിലൂടെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ സൈബർ ഡ്രോം ഉണ്ടാക്കുന്നുണ്ട്, സൈബർ കുറ്റവാളികൾ മൊബൈൽ ഫോൺ വഴിയൊക്കെ പെട്ടെന്ന് തന്നെ പിടിക്കുന്നുണ്ട്. അതുവരെ മനസ്സിലാക്കിയിട്ടാണ് മൊബൈൽ ഫോൺ വരെ ഇയാൾ നശിപ്പിച്ച് കളഞ്ഞിട്ട് പോയത്. എന്നിട്ട് ഉള്ള ഒരു സിമ്മ് സുഹൃത്തിന് മണികണ്ഠനെ ഏൽപ്പിച്ചിട്ടാണ് ഇയാൾ വന്നത്. ഈ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന മണികണ്ഠൻ, അവിടെ വാച്ചറായിരുന്ന മണികണ്ഠനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഈ വഴിതിരിച്ചു വിടാനുള്ളൊരു ത്വര, അതിനോടൊപ്പം തന്നെ ഉള്ള തെളിവുകൾ നശിപ്പിക്കാനുള്ളൊരു ത്വര, അതുപോലെ അതിൻ്റെ കൂടെ ഈ സംശയങ്ങളും ഇയാളുടെ ഈ മന്ത്രവാദ പശ്ചാത്തലവും, ഇതെല്ലാം കൂടെ ആകെപ്പെടെ കൂലങ്കഷമായിട്ടൊരു കേസാണ് ഇയാളുടെ കേസ്. ഇയാൾ ആദ്യത്തെ കേസിൽ കൊലപാതകം നടത്തിയതിന് ശേഷം ഏതാണ്ട് 3-4 ദിവസം പട്ടിണി കിടന്നിട്ടാണ് അതിനുശേഷമാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇയാൾക്ക് ദിവസങ്ങളോളം സർവൈവ് ചെയ്യാനുള്ള സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് വളരെ കൂടുതലായിരിക്കും. കാടിനകത്ത് താമസിക്കാൻ ഇയാൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടാവും. അതുകൊണ്ട് പോലീസ് എത്രയും പെട്ടെന്ന് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇയാളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇയാൾ പല രീതികളിൽ വേഷം മാറുകയും മറ്റ് പല സ്ഥലങ്ങളിൽ പോയി താമസിക്കുകയും ആദ്യത്തെ ഈ തിരക്കും ബഹളവും എല്ലാം കഴിയുമ്പോഴത്തേക്കും പിന്നീട് രക്ഷപ്പെടും. അപ്പോൾ അത്തരത്തിലുള്ള പഴുതുകളാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അത്തരത്തിലുള്ള പഴുതുകൾ അടച്ചാൽ മാത്രമേ ഈ പ്രതിയെ കൃത്യമായിട്ട് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റൂ. നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഒരു ചൊല്ലുണ്ട്. ഇവിടുത്തെ ഒരു പ്രശസ്ത അഭിഭാഷകൻ പണ്ടുള്ളവർ പറയുന്നതാണ്, മള്ളൂർ ഗോവിന്ദപിള്ള എന്ന് പറഞ്ഞു. മള്ളൂർ ഗോവിന്ദപിള്ളയും 2 പറ്റുചീട്ടും കുറേ പണവും ഉണ്ടെങ്കിൽ ഏത് കൊലപാതകയ്ക്കും ജയിലിൽ നിന്ന് ഇറങ്ങാം. അങ്ങനെ ഒരു സിസ്റ്റം ആയിപ്പോയി നമ്മുടെ സിസ്റ്റം. എന്ത് കുറ്റം ചെയ്താലും അവർക്ക് നല്ല വക്കീലും നല്ല രീതിയിലുള്ള വാദമുഖങ്ങളും അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ പ്രോസിക്യൂഷനെയും പരാജയപ്പെടുത്താം. അതുവഴി സുഖമായിട്ട് ഇവർക്ക് സ്കോട്ട് ഫ്രീ ആയിട്ട് ഇറങ്ങി വരാൻ പറ്റുന്നൊരു സാഹചര്യം. അതൊരിക്കലും ഇത്തരത്തിലുള്ള കൊലപാതകൾക്ക് അനുവദിക്കാൻ പാടില്ല. സൈക്കോപാത്തുകളായ കൊലപാതകികളെ വീണ്ടും നാട്ടിലേക്ക് തുറന്നു വിട്ടാൽ അവർ ഉണ്ടാക്കുന്ന ഡാമേജ് നിഷ്കളങ്കരായ മനുഷ്യർക്കായിരിക്കും. അതിനുള്ള അവസാനത്തെ ഉദാഹരണമാണ് ഈ സംഭവം.